ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു വാൾ പോസ്റ്റർ ഉണ്ടാക്കാം. നമുക്ക് വാൾ പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ ഡ്രോയിങ് ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ക്രാഫ്റ്റ് പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വാൾ പോസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് കളർ പേപ്പർ ഇല്ല. അപ്പം ഞാൻ ഇതേപോലെ ഡയറിയിൽ നിന്ന് എൻ്റെ ഒരു ഡയറി ഉണ്ട് കേട്ടോ. ഈ ഡയറിയിൽ നിന്ന് ഞാനൊരു പേജ് ഇതേപോലെ കീറിയിട്ട് അതിൽ നമുക്കിഷ്ടമുള്ളൊരു കളർ അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഓയിൽ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളറിലെ ഓയിൽ പേസ്റ്റാണ് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡ് അടിക്കാമെങ്കിൽ അങ്ങനെ അടിക്കാം. നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. നമ്മളിപ്പോൾ ഈ അടിച്ച ഭാഗമില്ലേ, ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഷേപ്പ്, ഇങ്ങനെ കുഞ്ഞ് ഹാർട്ടൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ ഉണ്ടാക്കറിയോ? നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ആ ഒരു പേപ്പറിനെ ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐസ്ക്രീം പോലെ, ഒരു കോണ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കോണ് പോലെ നമുക്ക് ഈ കോണ് പോലത്തെ സാധനം ഒന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കാം. നമുക്കിത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് വേഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിലതൊക്കെ കുറച്ച് വലിയ ഹാർട്ടും ചിലതൊക്കെ ചെറിയ ഹാർട്ടൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ വേണ്ടിയിട്ട് എടുത്താണ്. എനിക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. നമ്മളവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ വാൾ പോസ്റ്ററാണ് നോക്കിയെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റണ പോലെ പറ്റുക. നമുക്കിപ്പോൾ എല്ലാവർക്കും ഡ്രോയിങ് ഒന്നും ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ ഡ്രോയിങ്, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാം. ഡ്രോയിങ് ഒക്കെ ഒരുപാട് പണിയാണ്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നേരാവും. അപ്പോൾ എല്ലാം ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാ ഹാർട്ടും ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് വെട്ടണമെന്ന്. അതേപോലെ ഈ പേപ്പർ ഫുള്ള് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഹാർട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ നമ്മളിങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത്. ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ടിൻ്റെ 1 2 3 4 ഹാർട്ടിൻ്റെ ഒരു ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ലെവലാക്കി കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ചിലത് പൊന്തിക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കിട്ടും. ജസ്റ്റ് അങ്ങനെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെവലാക്കിയ മീൻസ് ഈ പേപ്പറൊക്കെ ഇവിടെ പൊന്തിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി ഉള്ളത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനി നമ്മുടെ വാൾ പോസ്റ്റർ ആക്ച്വലി നമ്മുടെ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ ഒരു വൈറ്റ് കളറുള്ളത് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വൈറ്റ് കളർ ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെക്സ് സ്റ്റിക്ക് എടുത്തതൊന്ന് ഒട്ടിച്ച് തരാം. നമ്മുടെ ഈ ഫ്ലെക്സ് സ്റ്റിക്ക് എടുത്തിട്ട് ഞാനത് ഒട്ടിക്കുന്നു. ഇതെന്നെ കഴിഞ്ഞു. നമുക്ക് ഞാൻ എന്തോ കാട്ടുന്നു. നമുക്കത് എടുക്കണം, അതിനാണ് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതുകൊണ്ട്
ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സിമ്പിളാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. പ്ലാസ്റ്റിക് നമുക്കിപ്പോൾ ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഗ്ലൂ ഉണ്ട്, പക്ഷെ എല്ലാം ഗ്ലൂ ഭയങ്കര ഓയിൽ പേസ്റ്റൊക്കെ കൂടി മിക്സ് ആവുന്നുള്ളൊരിത് ഇതിൽ ഞാനിപ്പോൾ ഇതുവരെ കഷ്ടപ്പെട്ടൊക്കെ പോകും. അപ്പോൾ നമ്മുടെ ഇതേപോലെ ഹാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ വെട്ടിയ പേപ്പറിൻ്റെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ ഇതൊക്കെ പോയിട്ട് ഈ ഒരു ഇവിടെ 2 സൈഡിൽ നമുക്ക് 2 ഹാർട്ട് ഉണ്ടാക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വലിയ പണിയാണെന്ന്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്തുണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് പേരൊക്കെ പേപ്പർ സോപ്പ് ഉണ്ടാക്കണം വിത്തൗട്ട് ടിഷ്യൂ ആൻഡ് ഹാൻഡ് വാഷ് എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ കമൻറ്റ് തന്നെ വീണ്ടും വരുന്നുണ്ട് കുറേ അക്കൗണ്ടിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കുക. അടുത്ത വീഡിയോ പേപ്പർ സോപ്പ് തന്നെയാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈമൊക്കെ വെക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ അതുതന്നെയാവും. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതുതന്നെയാണ് പേപ്പർ സോപ്പ് മേക്കിംഗ്. അപ്പം ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ 2 ഹാർട്ട് ഒട്ടിക്കുന്നു, അതേപോലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഹാർട്ടൊക്കെ എന്ത് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒട്ടിക്കാനായിട്ടാണ് എടുക്കുന്നത്. അവസാനം നമുക്ക് നമ്മുടെ സെലോ ടേപ്പ് എടുക്കാം. സെലോ ടേപ്പ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വരാം. സെലോ ടേപ്പ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വാൾ പോസ്റ്റർ ഞാൻ വാളിലല്ല വാൾ പോസ്റ്റർ വെച്ച ചുമരിലല്ല ഞാൻ ഒട്ടിക്കണേ. എൻ്റെ ടേബിളിൻ്റെ ഈ ഒരു സാധനത്തിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. നമ്മളെക്കൊണ്ട് സിമ്പിളായതൊക്കെ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച പോലെയാണ് ആക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഡ്രോയിങ് മീൻസ് നമുക്ക് കുറച്ച് സമയം എടുക്കണം. അതാകുമ്പോൾ നമുക്ക് വേഗം സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ അതേപോലെ സെലോ ടേപ്പ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിതേപോലെ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഹാർട്ട് ഈ സെലോ ടേപ്പും ചേർന്നൊന്ന് ഒട്ടിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇവിടെ ഉണ്ടോ ഈ സാധനം
ഇവിടെ ഈ സെലോ ടേപ്പും ഈ ഹാർട്ടും കൂടിയിട്ട് ഒട്ടിക്കുകയാണ്. ഇതാ കണ്ടോ, ഈ സെലോ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ സെലോ ടേപ്പ് ഗൈസ്, ഈ സെലോ ടേപ്പ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹാർട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. സെലോ ടേപ്പ് ഇതാ ആദ്യം സെലോ ടേപ്പ് ഇവിടെ ഇങ്ങനെ ആദ്യം നമ്മൾ ഇതേപോലെ വെക്കുമല്ലോ, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതാ ഈ ഹാർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഈ ഇത്തിരി കുറച്ച് സ്പേസ് ഉണ്ട് സെലോ ടേപ്പിൻ്റെ, അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. കാണിച്ചതാ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഒട്ടിന്നോളും. അപ്പോൾ നമ്മുടെ വാൾ പോസ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ഹാർട്ടും കൂടി ബാലൻസ് ചെയ്യുന്നുണ്ട്, അതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഹാർട്ട് ഇതാ 2 ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റിമൈൻസ് വരുന്നുണ്ട്. നമുക്കതും കൂടി ഒന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഗൈസ് നമ്മുടെ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി 2 ഹാർട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒട്ടിക്കും. ഞാൻ വിചാരിച്ചു വേണ്ട, ഇപ്പം ഇങ്ങനെ കിടന്നോട്ടെ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ ഹാർട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ഒരു വാൾ പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഒരു കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല എനിക്കപ്പം ഞാൻ കളർ പേപ്പറിന് പകരം ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതേപോലെ അതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കിയിട്ട് അത് നമ്മളിങ്ങനെ ഹാർട്ട് പോലെ ഇങ്ങനെ സിസർ കൊണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. 4 വെട്ടി. പിന്നെ തുറന്നപ്പോൾ നമ്മുടെ ഈ ബാക്കി വന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാർട്ട്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഈ ഹാർട്ട്സ് നമ്മളിതാ തുറന്നപ്പോൾ നമുക്ക് ഇതേപോലെ 4 വെട്ടി ഇതായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തത് നമ്മളെ ഇതേപോലെ നമുക്ക് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 ഹാർട്ട് ഈ സൈഡും ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്നിട്ട് ഞാൻ ഈ സെലോ ടേപ്പ് കൊണ്ട് ഇതാ ഇവിടെ നമ്മൾ ഒരു ഹാർട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.